ഹലോ, അസ്സലാമു അലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് ചിക്കനും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ, വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഇത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുകയും വേണം കേട്ടോ. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഞാനൊരു 3 സവാളയും ഒരു 4 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും, ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നല്ലോണം വഴന്ന് വരണം കേട്ടോ. സവാളയൊക്കെ നല്ലോണം വഴന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചിക്കൻ, ഒരു 1/2 കിലോനോളം ഉണ്ട് ചിക്കന്. അപ്പോൾ ആ ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതാണ്. അതിട്ട് കൊടുക്കണ്ട്. ഇതിനകത്ത് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഉള്ളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മസാലപ്പൊടി, ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ടേച്ചാൽ മതി. ഉപ്പ് നമ്മൾ ചിക്കനിലും ഇട്ടിട്ടുണ്ട്, സവാള വഴറ്റാൻ നേരത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാൻ ഇവിടെ മുളക് പൊടി ഉപയോഗിക്കണില്ല, കുരുമുളക് പൊടിയാണ് ഇട്ടേക്കണത്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം എരിവ് ഉണ്ടാകും. നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. തീ ഓഫാക്കാം. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ്ങിനുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫാക്കാം. നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞൊന്ന് ഉരച്ച് വെക്കാം. നമുക്ക് ഈ സ്ലൈസറിൽ വെച്ചിട്ടൊന്ന് ഉരുളക്കിഴങ്ങൊന്ന് ഉരച്ചെടുക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമുക്ക് സ്ലൈസ് ഇങ്ങനെ ഇതാക്കി എടുത്തത് നമുക്ക് ഇതിനകത്തോട്ടിട്ട് വെറുതെ ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ കഴുകിയിട്ട് വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞെടുക്കാം. നല്ലോണം പിഴിയണം. വെള്ളം ഫുള്ള് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ ഫില്ലിങ്ങൊക്കെ വെക്കുമ്പോൾ അത് ഫില്ലിങ് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം പുറത്തോട്ട് ചാടിപ്പോവും. ഇതിനകത്തേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണ് നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 3-4 ആയാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിലാക്കി എടുക്കാനായിട്ടാണ് ഈ കോൺഫ്ലവർ ഇടുന്നത്.
കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ അത് സ്റ്റിക്കായിട്ടിരിക്കണം. അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഇരിക്കാനായിട്ടാണ് ഈ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് തന്നെ. നമുക്ക് ചെറിയ ചെറിയ ഉരുളാക്കിയെടുക്കാം. ഇതൊന്ന് പരത്താം. ഇതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ്റെ മിശ്രിതം ഒരു സ്പൂൺ വെച്ച് കൊടുക്കാം. ഇതിന് കുറച്ചെടുത്തിട്ട് ഇതൊന്ന് ഉപയോഗിച്ച് കൊടുക്കാം. നമുക്കിതിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി അപ്പം അങ്ങോട്ട് ചൂടോട് കൂടി തന്നെ പൊരിച്ച് ചൂടോട് കൂടി തന്നെ ഇത് കഴിക്കണം. ഇതെല്ലാം ഇങ്ങനെ ആക്കി വെക്കാം. നമുക്ക് ഫില്ലിംഗ് എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കട്ട്ലേറ്റ് പോലെ ഇരിക്കും. ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. നമ്മളിപ്പോൾ കോൺഫ്ലവർ ഇട്ടൊക്കെ കൊണ്ടിട്ട് നേരത്തെ എടുത്തപ്പോഴും ഒരു വെള്ളം പോലെ ഇരുന്നേച്ച് വേണ്ട. കോൺഫ്ലവർ ഇട്ട് നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആയി വരും വേണ്ട. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ വെളിച്ചെണ്ണ ഇട്ട് എടുത്തേക്കണം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങാണ്, പെട്ടെന്നാണ് കരിഞ്ഞു പോകും. ഇത് പ്രസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇപ്പം എണ്ണയിൽ ഇടുമ്പോൾ അപ്പം തന്നെ ഇതെല്ലാം അങ്ങോട്ട് പടർന്നു വരും. അപ്പം നല്ലോണം അമർത്തി വേണം ഇത് പ്രസ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് എണ്ണയിലോട്ട് ഇടാനായിട്ട്. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ വിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.